ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ, ചായയൊക്കെ കുടിച്ചോ രാവിലെ? അപ്പോൾ ഞാനിപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. ചായ കുടിക്കാൻ പോവുക. ചായ കുടിക്കാത്തവരുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പറയണം കേട്ടോ. പുട്ടിന് ആവി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഇഡലി പാത്രത്തിലാണ് പുട്ട വയ്ക്കുന്നത്. റൈസ് കണ്ടോ, നമ്മൾ പുട്ടാണ്. പിള്ളേർക്കും നമുക്കൊക്കെ പുട്ടാണ്. ചേട്ടൻ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ രാവിലെ. ചേട്ടനിതാ ഓംപ്ലേറ്റ് അടിക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. ഓംപ്ലേറ്റ് ഒഴിക്കണം. അപ്പോൾ എല്ലാവരും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ചേട്ടന് കഞ്ഞിക്കൂടെ ഓംപ്ലേറ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓംപ്ലേറ്റ് ശരിയാക്കണം. ഇച്ചിരി ഊട്ടയൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ മുട്ട നമുക്ക് മറിച്ചിടാൻ വേണ്ടി സമയമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ മുട്ട ഇത്തിരി ഇതൊക്കെ ആയി പോയി. ചട്ടിയുടെ ഒരു പ്രശ്നമാണ്. അതിന് കുഴപ്പമില്ല, തിന്നാൽ പോരെ. അതെങ്ങനെയും തിന്നാൽ പോരെ. അപ്പോൾ ചേട്ടന് കഞ്ഞി കൊടുക്കാൻ വേണ്ടി സമയമായിട്ട് കേട്ടോ. ചേട്ടനപ്പോൾ കഞ്ഞി കൊടുക്കാൻ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചേട്ടൻ കഞ്ഞി കുടിക്കാൻ പോകണം കേട്ടോ. കഞ്ഞി കുടിക്കാൻ പോകണം. ഇനി കറിയും കൂടെ ഉണ്ട്, നമുക്ക് കറിയും കൂടെ എടുത്തുകൊണ്ട് വരാം. ചേട്ടന് കൂടുതൽ ഇഷ്ടം രാവിലത്തെ ഫുഡിനെക്കാട്ടി ഈ പഴങ്കഞ്ഞി കുടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ചേട്ടൻ ഫുഡ് കഴിക്കാൻ പോയാണ്. ഞാൻ വിളമ്പി കൊടുക്കുന്നു. പിന്നെ ഞാൻ പുട്ടും ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതും കൂടെയാണ് കഴിക്കുന്നത്. ഇനി എൻ്റെ കുഞ്ഞിനും ചേച്ചിയുടെ കുഞ്ഞിനും ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അവർ പുട്ടിയിൽ കാപ്പി ഒഴിച്ചാണ് കുടിക്കുള്ളൂ. അപ്പോൾ ഇനി അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പുട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. എന്ത് വരാൻ വേണ്ടി പുട്ടൊന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇന്നലെ വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്ന തുണി കുഞ്ഞുങ്ങളുടെ തുണിയാണ്. നമ്മൾ അങ്ങനെ ഒരുമിച്ചിടില്ല തുണി. കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രത്യേകമാണ് ഇടുന്നത്. അപ്പോൾ അവരുടെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടണം. നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമൊക്കെയായിരിക്കും വെള്ളം വരുന്നത്. അപ്പോൾ വെള്ളം ഉള്ളപ്പോൾ തുണി കഴുകിയിടും, അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ കഴുകുന്നത്. അപ്പോൾ അവരുടെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ആ പണിയും കഴിഞ്ഞു. തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇനി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനുണ്ട്. ഫുഡ് കൊടുത്തിട്ടില്ല. പിന്നെ ഒരാളിവിടെ സ്റ്റാറിൻ്റെ പണിയിലാണ്. സ്റ്റാറൊക്കെ കെട്ടാൻ വേണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാർ കേട്ടോ. 2 സ്റ്റാർ നമ്മൾ തൂക്കും. പിന്നെ ചോറിനുള്ളത് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു പുട്ടിൽ കാപ്പി ഒഴിച്ചേ കുടിക്കുകയുള്ളൂ. പിന്നെ പഴം ഉണ്ടെങ്കിൽ പഴം കഴിക്കും, പഴത്തിൻ്റെ കൂടെയും കഴിക്കും. ഇന്നിപ്പോൾ പഴമില്ല, അതുകൊണ്ട് പുട്ടിൽ കാപ്പി ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇനി 2 പേർക്കും കൊടുക്കാനുള്ള യുദ്ധത്തിലേക്ക് നമ്മൾ പുറപ്പെടാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ 2 പേരും കാർട്ടൂണിലൊക്കെ ലയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രണ്ടാമത്തെ ചേച്ചി വീഡിയോ കോൾ വിളിക്കുകയാണ് കേട്ടോ.
ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് സമയമൊക്കെ എടുക്കും ഫുഡൊക്കെ കഴിച്ച് വരും. പിന്നെ തേങ്ങയൊക്കെ തിരുവി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് വെണ്ടയ്ക്ക വിഴുക്കാണ് കേട്ടോ. പിന്നെ അമ്മ മീൻ കട്ട് ചെയ്യാണ് കേട്ടോ. ഇന്ന് തേടാണ് കിട്ടിയത്. അപ്പോൾ കായലിൽ പോയപ്പോൾ ഇച്ചായൻ്റെ ചേട്ടന്മാർ കായലിൽ പോയപ്പോൾ തേടാണ് കൊണ്ടുവന്നത്. അങ്ങനെ തേട് കറിയാണ് വെക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കറിക്കൊക്കെ അമ്മയെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെണ്ടയ്ക്ക വിഴുക്ക് ചെയ്യാണ്. അപ്പം അതിൻ്റെ പണിയിലാണ്. ചോറൊക്കെ വെന്ത് കഴിഞ്ഞു. ചോറും കറിയും അമ്മയാണ് വെച്ചത് കേട്ടോ. കുഞ്ഞുള്ളത് കൊണ്ട് കൂടുതലും അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്ത് കൊടുക്കും. തേങ്ങ തിരുവാനും പാത്രം കഴുകാനും തൂക്കുന്ന ജോലിയും കട്ടിങ്ങും ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ സമയമായി. അങ്ങനെ ഉച്ചയായപ്പോൾ ചേട്ടന് ഫുഡ് എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ കുഞ്ഞിനും എടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോൾ അപ്പനും മോനും ഉറങ്ങിപ്പോയി. ആ സമയം കൊണ്ട് ഞാനൊന്ന് കുളിച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിക്കാനൊക്കെ പോയി. പിന്നെ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ മുത്തുമണി എഴുന്നേറ്റ് കേട്ടോ. കരയാൻ തുടങ്ങി. പിന്നെയും കുഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ കാപ്പിയൊക്കെ ഇട്ടു. കാപ്പിയൊക്കെ ഒഴിച്ച് ചേട്ടന് കൊടുക്കാൻ പോവുക. കാപ്പിയും പിന്നെ മുറുക്കായിരുന്നു ഇന്ന്. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്ന് കാപ്പിയും മുറുക്കൊക്കെ കുടിച്ചു. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുവാവ എഴുന്നേറ്റു. ഞങ്ങൾ ഇവിടെ വീടിനടുത്ത് തന്നെ പൊഴിയുണ്ട്, മുതലപ്പൊഴി. അവിടെ ബീച്ചിലേക്ക് പോകാൻ പോവുക. റെഡിയായി നിൽക്കുക. ചേട്ടൻ വണ്ടി എടുക്കാൻ പോയി. അങ്ങനെ ചേട്ടൻ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങളെന്താ മുതലപ്പൊഴി ബീച്ചിൻ്റെ അടുത്ത് എത്തി. അവനാണെങ്കിൽ ബീച്ച് കണ്ടതിൽ ഓട്ടം. അവന് ഒത്തിരി സന്തോഷമായി. അവിടെ കിടന്ന് ഓടി ബോളൊക്കെ വെച്ച് കളിച്ചു. ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരായിട്ട് കുറേ നേരം പൊഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നല്ല കണക്ക് സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ഒത്തിരി സന്തോഷമായി. നല്ല സൂപ്പർ സ്ഥലമാണ്. നിങ്ങളെല്ലാവരും വരണം കേട്ടോ. ഈ മുതലപ്പൊഴി റൂട്ടിൽ പോകുന്ന എല്ലാവരും ഇവിടെയും കൂടെ ഒന്ന് കണ്ട്. നല്ല സൂപ്പർ സ്ഥലമാണ്. പിന്നെ അപ്പോഴേക്കും ചേട്ടൻ അവിടെ പുൽക്കോടിന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തി. ഫുഡൊക്കെ കഴിച്ചു. അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചു. പാത്രമൊക്കെ കഴുകി. അങ്ങനെ ഞങ്ങളിനി ഉറങ്ങാൻ പോവുക ഗൈസ്. ഹായ്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.